നമസ്കാരം. സംസ്ഥാനത്ത് വെർച്വൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 68 വയസ്സുള്ള സ്ത്രീയിൽ നിന്ന് 61 ലക്ഷം രൂപ തട്ടാൻ ശ്രമം. ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാനെത്തിയ സ്ത്രീയുടെ സംസാരത്തിൽ സംശയം തോന്നിയ ബാങ്ക് മാനേജർ തക്ക സമയത്ത് വിവരം സൈബർ സെല്ലിനെ അറിയിച്ചതിനാൽ തട്ടിപ്പ് പൊളിഞ്ഞു. എന്നാൽ ബാങ്കിലെത്തും മുൻപ് ഇവർ കൈമാറിയ 2 ലക്ഷം രൂപ നഷ്ടപ്പെടുകയും ചെയ്തു. മുംബൈയിൽ അധ്യാപികയായി വിരമിച്ച കോങ്ങോട് സ്വദേശിയാണ് വൻ തട്ടിപ്പിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. 25-ന് വൈകിട്ടാണ് തട്ടിപ്പുകാർ ഈ സ്ത്രീയെ CBI എന്ന് പറഞ്ഞ് വിളിച്ചത്. അക്കൗണ്ടിൽ നിന്നും രാജ്യദ്രോഹ സംഘടനകൾക്ക് പണം നൽകിയെന്ന് ആരോപിച്ചായിരുന്നു ഫോൺ കോൾ എത്തിയത്. അക്കൗണ്ടിലെ പണം വിഘടനവാദി സംഘടനകൾക്ക് നൽകിയെന്നും മുംബൈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെന്നും CBI എന്നും അവകാശപ്പെട്ടവർ വിളിച്ചു പറഞ്ഞു. ഡിജിറ്റൽ അറസ്റ്റിനെ പറ്റി ബോധ്യമില്ലാതിരുന്ന വീട്ടമ്മ ഇതോടെ ഭയചകിതയായി. ഇതോടെ കരുതൽ അറസ്റ്റ് ചെയ്യുകയാണെന്നും പോലീസ് വീട്ടിലെത്തി റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യുമെന്നും തട്ടിപ്പുകാർ ഭീഷണിപ്പെടുത്തി. ശേഷം അടിയന്തര നടപടികൾക്കെന്ന പേരിൽ 2 ലക്ഷം രൂപ വാങ്ങി. റെയ്ഡും തുടർ നടപടികളും ഒഴിവാക്കാൻ കൂടുതൽ പണം ആവശ്യപ്പെട്ടതോടെയാണ് അത് നൽകാൻ സ്ത്രീ ബാങ്കിലെത്തിയത്. ഫ്ളാറ്റ് വാങ്ങാൻ എന്ന പേരിൽ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാനെത്തിയ അവരുടെ സംസാരത്തിൽ സംശയം തോന്നിയ മാനേജർ സൈബർ സെല്ലിനെ അറിയിക്കുകയായിരുന്നു. സൈബർ സെൽ SI M മനീഷ്, സിവിൽ പോലീസ് ഓഫീസർ R പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂടുതൽ പണം നഷ്ടപ്പെടാതെ രക്ഷിച്ചത്. യൂണിഫോമിൽ ബാങ്കിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവം തട്ടിപ്പാണെന്ന് പറഞ്ഞെങ്കിലും സ്ത്രീ ആദ്യം അംഗീകരിച്ചില്ല. ഇക്കാര്യത്തിൽ മറ്റാരും പറയുന്നത് കേൾക്കരുതെന്നാണ് CBI പറഞ്ഞതായി അവർ അറിയിച്ചത്. ഇത്തരം കേസുകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയും വെർച്വൽ അറസ്റ്റ് നടത്തിയ തട്ടിപ്പ് സംഘത്തോട് സൈബർ പോലീസ് നേരിട്ട് സംസാരിക്കുകയും ചെയ്തതോടെയാണ് സ്ത്രീ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. മറ്റു 4 അക്കൗണ്ട് നമ്പറുകളും നൽകാൻ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടെന്നും അവർ അറിയിച്ചു.